എൻ്റെ ചുറ്റിലും മനുഷ്യരുണ്ടാവൂല എന്നെ ആക്രമിക്കുന്ന സമയത്ത്. സോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എനിക്ക് തെറി വിളിക്കേണ്ടി വരും. ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും. പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത്. ഓക്കെ, താങ്കൾ ഇപ്പൊ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ അത് കണ്ട് കരഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ഫാമിലി പറഞ്ഞു അവരുടെ മകൾ ദിയാസനെ പോലെ തെറി വിളിക്കുന്നു, അതൊരു തെറ്റായ സന്ദേശമല്ലേ? ഇല്ല, ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോയി ശരിയാക്കും. അങ്ങനെ ഒരു കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആ കുട്ടിയെ ശരിയാക്കും. വിളിക്കരുതെന്ന്. നമ്മൾ മുമ്പും സമരചരിത്രങ്ങളിലൂടെ പോയിട്ടുണ്ട്. പലപ്പോഴും ഒരു ട്രിവാൻഡ്രത്ത് ഒരു കേസ് വന്ന സമയത്തും നമ്മൾ അടിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങൾ വന്ന ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞത് ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത്. കാരണം ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഇത് ഡിഫൻസാണ്. ഞാൻ പറഞ്ഞു എനിക്ക് നേരെ തെറി വിളിക്കണമെന്നുണ്ട്, അതിനെന്തെല്ലാം മാർഗങ്ങൾ? ഇല്ല, എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളത്. എനിക്ക് എന്താണോ അപ്പൊ വരുന്നത്. സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ മുഖത്ത് നിന്ന് വരുന്ന ഒരു വർത്തമാനമല്ല ഇത്. ആക്ച്വലി നിങ്ങൾക്ക് ക്ഷമ തീരെയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു അഡമൻസിയാണ്. ആയിരിക്കും ക്ഷമയൊക്കെ കുറച്ചൊക്കെ കുറവുള്ള ആള് തന്നെയാണ്.